കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചു. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, ഇപ്പോൾ CJ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിരിക്കുകയാണോ? തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയിയുടെ മരണം അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലാണ് ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്ന് ഉയരുന്ന പരാതികളുണ്ട്, അത് മുഖവിലേക്ക് എടുക്കണം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ മരണത്തിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വസ്തുതകളൊക്കെ തന്നെയും പുറത്തു കൊണ്ടുവരാൻ ഇത്തരത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ കർണാടക പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇതിനൊപ്പം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം അത് ഈ മരണവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ അന്വേഷണത്തിന് തലപ്പത്ത് മുതിർന്ന ഒരു വ്യക്തിയെയും ഈ അന്വേഷണത്തിന് തലപ്പത്ത് നിയമിക്കണമെന്ന് കൂടി കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ED പരിശോധനയ്ക്കിടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മരണത്തിൽ അത് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ CJ റോയിയുടെ സഹോദരനടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ ആണ് ഇങ്ങനെ ഒരു അന്വേഷണം ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം സുലേഖ, CJ റോയിയുടെ തട്ടകമെന്ന് പറയുന്നത്, അദ്ദേഹം മലയാളിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് തട്ടകമെന്ന് പറയുന്നത് ബംഗളൂരുവാണ്. അവരുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരുവിലാണ്. കർണാടക മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. അവരതിൽ അലംഭാവം കാണിക്കുമ്പോൾ ഇവിടെ ഒരു മലയാളി വ്യവസായി എന്ന നിലയിൽ നമ്മുടെ മുഖ്യമന്ത്രി അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മരണത്തിലെ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരത്തിൽ കർണാടക പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയാണ് നമ്മൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രമുഖമായും CJ റോയ് എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്നതും അതിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്നതും കർണാടക ബേസ് ചെയ്തുകൊണ്ട്, ബാംഗ്ലൂരു ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ കർണാടക മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു വിപുലമായ അന്വേഷണം, അത് ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തണം CJ റോയിയുടെ മരണത്തിൽ എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തിലൂടെ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കത്തിൽ ഇത്തരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ്. കുടുംബത്തിൽ നിന്ന് പരാതികൾ ഉയരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്താത്ത ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് CJ റോയ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്ന് ഉയരുന്ന പരാതികൾ, ആ പരാതികൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മലാ സീതാരാമൻ അയച്ച കത്തിലൂടെ വ്യക്തമാക്കുന്നത്. മനു, ശരി. സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ നിർമ്മലാ സീതാരാമന് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് CJ റോയിയുടെ മരണത്തിൽ. വിവരങ്ങളാണ് സുലേഖ നമുക്ക് നൽകിയത്.